അപ്പോൾ രാവിലത്തെ ചായ പലഹാരം അതാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ. നമ്മളെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ പൂരി പിന്നെ മുട്ട കറി കുറച്ച് വറ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് കറി റോസ്റ്റ് അതുപോലെ തന്നെയാണ്, അങ്ങനെയാണ് റോസ്റ്റ് പോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം നമുക്ക് പൂരിക്കുള്ള ആ ഒരു ഗോതമ്പ് മാവ് അത് കുഴച്ച് വയ്ക്കാം, അതിവിടെ റെഡിയാക്കി വയ്ക്കാം. നേരെ ഏതായാലും ഇങ്ങനെ വെളിച്ചായൊക്കെ വന്നു. അപ്പം ഇന്ന് ഇപ്പോൾ ഏതായാലും നമുക്ക് ഇതാണ് പൂരി മുട്ട കറിയല്ല, ഏകദേശം ഒരു റോസ്റ്റ് പോലെ തന്നെ, അങ്ങനെയാണ് കുറച്ച് നല്ലോണം വറ്റിച്ച പോലെ തന്നെ അതാണ്. അപ്പം എന്താ വെച്ചാൽ നമുക്ക് നേരം ഓരോന്ന് തുടങ്ങാം. അപ്പോൾ ഓരോന്ന് ചെയ്ത് ഇങ്ങനെ തുടങ്ങാം. ആദ്യം ഏതായാലും നമുക്ക് മുട്ടക്കറി അതിനെ ആദ്യം ഉണ്ടാക്കാം. എന്നുവെച്ചാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം പൂരിൻ്റെ ഒക്കെ നോക്കാനും. അത് തുടങ്ങാം. ഇതിപ്പോൾ മുട്ടക്കറിക്കുള്ളത് ചേരുവകൾ: വലിയ ഉള്ളി, തക്കാളി, പച്ചമുളകും അതിനെ കാര്യമായിട്ട് ഇതിൽ ചേർക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ ഓരോ നന്നാക്കിയതാ. ഇതൊക്കെ കഴുകി കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ നോക്കുക, 2 വലിയ ഉള്ളി ഉണ്ട്, ഉള്ളി ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഇന്ന് ഏതായാലും നമുക്ക് പൂരി മുട്ടക്കറിയാണ് രാവിലെ ചായ പലഹാരത്തിന്. രസമാണ് ഇത്, രണ്ടും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. തക്കാളി, ഒക്കെ നുറുക്കി ഇതാ ഒക്കെ ഇവിടെ ഉണ്ട്. ഇതാ നമ്മൾ 2 കോഴിമുട്ട അത് ഇവിടെ വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ മുട്ട പുഴുങ്ങാൻ. ഇനിയിപ്പോൾ നമുക്ക് ഇതാ കറി വയ്ക്കുന്നേക്കുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാം. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. വലിയ ഉള്ളി, പച്ചമുളകും, തക്കാളിയും ചേർക്കാം. ചട്ടിയിൽ നല്ല വഴറ്റിയിട്ട് ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ നല്ല ഇതാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ പാകത്തിന് ചേർക്കുകയാണ്. പിന്നെ ഇതാ മല്ലിപ്പൊടി ഉണ്ട്, അതുകൂടി അത് എല്ലാം ചേർത്തിട്ട് നന്നാക്കി ഇനി വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇപ്പോൾ നമ്മൾ ലേശം ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഉപ്പും ചേർക്കാം. ഇത് നല്ലപോലെ ഇതാ കുറച്ച് വെള്ളത്തിൽ വേവിച്ച് അത്യാവശ്യം നല്ല കുറുകി തന്നെ വന്നു. കറിവേപ്പിലൊക്കെ ഇട്ടു. അപ്പോൾ അത് കറീൻ്റെ ഇത് ഇവിടെ റെഡി ആയി. ഇതാ മുട്ട പുഴുങ്ങിയത് ഒക്കെ തണുത്ത വെള്ളത്തിലിട്ട് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തോല് പൊളിച്ച് ഇനി അത് ഇടാൻ വേണ്ടത്. മുട്ടേൻ്റെ തോട് ഒളിച്ച് കളഞ്ഞു. ഇതാ നമുക്ക് ഇനി ഇത് കറിയിൽ നേരത്തെ തന്നെ ഇടാണ്. കാരണം പകുതിയായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടൊക്കെ ഇടാം. ഏതായാലും ഇതിങ്ങനെ വേണ്ട. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയായി. ഇനി ഇത് നമുക്കിതാ ഗോതമ്പ് കുഴച്ച് വെച്ചത് ഇപ്പോൾ ഒക്കെ പാകമായിട്ടുണ്ടാവും നല്ലോണം. ഇനി അത് ഇതാ ഉരുളയാക്കി എടുത്തിട്ട് നമുക്കിനി പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം. പാകത്തിനേ ഉള്ളൂ, 5-8 എണ്ണം അതിനേ ഉള്ളൂ. ചായ ഇവിടെ അപ്പോഴേക്ക് റെഡി ആവുന്നുണ്ട്. ഒക്കെ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വെക്കുകയാണ്. അത് ചായ ആറ്റിയെടുത്ത് ഒക്കെ ഇവിടെ റെഡിയാക്കി വയ്ക്കാം. ചായ എന്ന് വെച്ചാൽ പൂരി ഇങ്ങോട്ട് ആകുമ്പോഴേക്കും ഒന്നുകൊണ്ട് ചൂടാറും ചെയ്യും ചായ. ഇതാ പൂരി നമുക്ക് അത് പരത്തിയെടുക്കാം. ഇപ്പോൾ ഒക്കെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്കിതാ ചട്ടിയിലുള്ള കറിയൊക്കെ മാറ്റി വെച്ചു.
അത് കഴിഞ്ഞിട്ട് പിന്നെ കഴുകിയെടുത്തതാ നമുക്ക് ഇനി അതിൽ എണ്ണ ഒഴിക്കാം. പൂരിക്കാവുമ്പോൾ അത്യാവശ്യം വേണമല്ലോ. ഇനി നമുക്ക് പൂരി അങ്ങനെ ചുട്ടെടുക്കാം. ഞങ്ങൾക്ക് 2 പേർക്ക് രാവിലേക്കുള്ള പാകത്തിനുള്ള എണ്ണയുള്ളൂ. കറി പിന്നെ കുറച്ച് ആ കറി ആയിട്ടുള്ള ഒന്ന് ബാക്കി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വെച്ചാൽ അത് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണിന് കുറച്ചെടുക്കാമല്ലോ, അല്ലെങ്കിൽ കുറച്ച് ബാക്കിയുള്ളതൊക്കെ ഊണിനൊപ്പം എടുക്കാം. ഇത് പൂരി ഉണ്ടാക്കുന്ന പൊടി വെച്ചാൽ ഞങ്ങൾ വാങ്ങിയ പൊടിയാണ്, ഇത് പാക്കറ്റ് പൊടിയാണ്. അപ്പോൾ അതിവിടെ റെഡിയായി. മുട്ടക്കറി, പൂരി, ചായ എല്ലാം റെഡിയായി. ഇനിയിപ്പം ചായ കഴിക്കല്. അപ്പോൾ സമയമായി, കഴിക്കണ സമയമാവുകയും ചെയ്തു. അപ്പോൾ കഴിക്കായി അമ്മയ്ക്ക്. പിന്നെ 2 എണ്ണം മതി, 2 എണ്ണം കഴിക്കുള്ളൂ. ഇപ്പോൾ കണ്ട അത്യാവശ്യം നല്ല പോലെ തന്നെ കുറുകി കണ്ടില്ലേ. നല്ല പോലെ ഉണ്ട് വറ്റി വെള്ളമൊക്കെ. ഇത് മുട്ടക്കറീൻ്റെ കറി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ റോസ്റ്റ് പോലെ തന്നെ ഒന്ന് ഏകദേശം. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ചായപലഹാരം അങ്ങനെയാണ്. ചപ്പാത്തിക്കും പറ്റും ഈ കറി. അപ്പോൾ ഏതായാലും ചായ കുടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്ന മുമ്പൊന്നും ഇത്ര ഇങ്ങനെ അല്ലേ പൂരി ചപ്പാത്തിയും അങ്ങനെ അധികം ഇല്ല അല്ലേ? ഇല്ല തോന്നുന്നുണ്ട്. ഇപ്പോഴൊക്കെയാണ് അതിന് കൂടുതൽ പ്രചാരമായത്. പൂരി പിന്നെ ചപ്പാത്തി ഒന്നുമില്ല. ഇഡ്ഡലി, ദോശ, പിട്ട് അതൊക്കെ ഉണ്ടാക്കുള്ളൂ. ഇതൊക്കെ അപ്പം ഉണ്ടായതാണ്. നെല്ല് കുത്തിയിട്ട് ഉണങ്ങലേരി കൊണ്ടാണ് പിട്ടുണ്ടാക്കുക. ദോശ, ഇഡ്ഡലി, പിട്ട്, വെള്ളപ്പം അങ്ങനെയുള്ള പലഹാരങ്ങളാണ് അന്നൊക്കെ ഉണ്ടാക്കുക. ഉണങ്ങലേരി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കും. അന്ന് ഗോതമ്പൊന്നും അധികം വല്ലാണ്ടില്ല. അന്ന് ചപ്പാത്തി പൂരിയൊന്നും അന്ന് വലിയ പ്രചാരമില്ല. അരിൻ്റെ പലഹാരം പോലെ തന്നെ ഇപ്പോൾ ഗോതമ്പിൻ്റെയും പലഹാരങ്ങൾ നല്ല പ്രചാരത്തിലായി. ഇപ്പോൾ ഹോട്ടലിലാണെങ്കിലൊക്കെ ഒന്നാമത് ചപ്പാത്തി. അപ്പോൾ അതാണ് ആദ്യം പറഞ്ഞ പോലെ തന്നെ അങ്ങനെ അത്ര വലിയൊരു ഇത് ഇല്ല തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണാം.